ഒരു മനുഷ്യൻ ദൈവവുമായുള്ള ബന്ധത്തിൽ വളർച്ച പ്രാപിച്ചിരിക്കുന്നു എന്നതിൻ്റെ അളവുകോൽ എന്നത് അവൻ അവൻ്റെ സഹോദരരുമായുള്ള ബന്ധത്തിൽ വളർച്ച പ്രാപിക്കുന്നു എന്നുള്ളതാണ്. വചനയാത്രയിലൂടെ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്ന പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സഭാമാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 19-ാം അധ്യായം 16 മുതൽ 22 വരെയുള്ള വചനഭാഗങ്ങളാണ്. ഒരു ധനികനായ യുവാവ് നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ക്രിസ്തുവിനോട് ചോദിക്കുന്നതിനെ കുറിച്ചും ക്രിസ്തുനാഥൻ നൽകുന്ന മറുപടിയെയും കുറിച്ചുമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേൾക്കുക. ക്രിസ്തു ആ ധനികനായ യുവാവിനോട് പറയുന്നുണ്ട്, പ്രമാണങ്ങൾ അനുസരിക്കുക. 10 കൽപ്പനകളിൽ 4-ാമത്തെ കൽപ്പന മുതൽ 10-ാമത്തെ കൽപ്പന വരെയുള്ള പരസ്നേഹ പ്രവൃത്തികളുടെ 7 കൽപ്പനകൾ അനുസരിക്കുക എന്നാണ് ക്രിസ്തുനാഥൻ മറുപടി നൽകുക. ആ സമ്പന്നനായ യുവാവ് അവയെല്ലാം കൃത്യമായി അനുസരിക്കുന്നുണ്ട്. എന്നാൽ എന്തിനു വേണ്ടി അനുസരിക്കുന്നു, എപ്രകാരം അനുസരിക്കുന്നു എന്നതിൽ കാര്യമായ വ്യക്തതയില്ല. പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിലും ഇത് സംഭവിക്കാറുണ്ട്. നമ്മൾ ക്രിസ്ത്യാനികളായി കത്തോലിക്കരായി ജനിച്ചതുകൊണ്ട് മാത്രം ക്രിസ്ത്യാനികളായും കത്തോലിക്കരായും നമ്മളാൽ ചെയ്യാൻ കഴിയുന്ന വളരെ കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാത്രം ജീവിക്കുന്നുണ്ട്. എന്നാൽ ആത്യന്തികമായി നാം എപ്രകാരം ജീവിക്കണം, നാം ആരാണ്, എന്താണ് എന്ന അവബോധം പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. വിശുദ്ധ പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. ദൈവത്തിൻ്റെ സ്വന്തമായ നമ്മൾ ദൈവത്തോട് കൂടെ ആയിരുന്നുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളുടെ കുറവുകളിൽ നമ്മളാൽ കഴിയുന്ന നന്മകൾ ചെയ്യുമ്പോഴാണ് ദൈവത്തിൻ്റെ സ്വന്തമായി പൂർണ്ണമായും നാം ഓരോരുത്തരും രൂപാന്തരപ്പെടുക. നമ്മുടെ ജീവിതങ്ങളിൽ ഫരിസേയ മനോഭാവം വന്നുകൂടാൻ സാധ്യതയേറെയാണ്. അതായത്, മറ്റുള്ളവരിൽ നിന്നും ഞാൻ വേർതിരിക്കപ്പെട്ടവനാണ്, അവരിൽ നിന്നും ഞാൻ ശ്രേഷ്ഠനാണ്, കുലീനനാണ് എന്ന ചിന്തയോടുകൂടെ മറ്റുള്ളവരെ തഴയുവാനും അവരിൽ നിന്നും ഒരുപടി അകലെ മാറി നിൽക്കുവാനുമുള്ള ഒരു പ്രവണത നമ്മുടെ ജീവിതങ്ങളിൽ സ്വാഭാവികമാണ്. ഇവിടെ സഹോദരരെ ചേർത്ത് പിടിക്കുമ്പോൾ, സഹോദരരെ സ്നേഹിക്കുമ്പോൾ, ആരോരുമില്ലാത്തവർക്ക് നന്മ ചെയ്യുമ്പോൾ, അശരണരെ ചേർത്തണയ്ക്കുമ്പോൾ, അഗതികൾക്ക് ആലംബഹീനരായി തീരുമ്പോൾ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ സ്വന്തമായി രൂപാന്തരപ്പെടുകയാണ്, പുതിയ സൃഷ്ടികളായി മാറുകയാണ്. കൽക്കട്ടയിലെ തെരുവിൽ അവശരായ രോഗികളെ മൃദുലമായ കരങ്ങളിൽ വാത്സല്യത്തോടെ തലോടിയപ്പോൾ അവിടെ വിശുദ്ധ മദർ തെരേസ രൂപം കൊള്ളുകയായിരുന്നു. മൊളോക്കോ ദ്വീപിൽ കുഷ്ഠരോഗികളെ തൻ്റെ സ്നേഹമാർന്ന കരങ്ങളാൽ ചേർത്തണച്ചപ്പോൾ അവിടെ വിശുദ്ധ ഡാമിയൻ രൂപപ്പെടുകയായിരുന്നു. പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി കാരുണ്യ പ്രവൃത്തിയും പരസ്നേഹ പ്രവൃത്തികളും ചെയ്യാൻ തയ്യാറായപ്പോൾ അവിടെ വിശുദ്ധ വിൻസെന്റ് ഡി പോൾ ജന്മമെടുക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, മനുഷ്യരായി നമുക്ക് നമ്മുടെ സഹോദരങ്ങൾക്കായി നന്മ ചെയ്യാൻ തയ്യാറാകാം. ഒരിക്കൽ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് തൻ്റെ മരണത്തിന് ഒരാഴ്ച മുൻപ് തൻ്റെ സഹോദരരെ വിളിച്ചുകൂട്ടി പറഞ്ഞു, നമ്മൾ വളരെ കുറച്ച് മാത്രമേ നമ്മുടെ ജീവിതങ്ങളിൽ ചെയ്തിട്ടുള്ളൂ. നമുക്ക് കൂടുതൽ ഉണർവോടും തീഷ്ണതയോടും വീണ്ടും തുടങ്ങാം, വീണ്ടും നന്മ ചെയ്യാം, വീണ്ടും പുണ്യപ്രവൃത്തികളിൽ ഏർപ്പെടാം, വീണ്ടും ദൈവസ്നേഹ പ്രവൃത്തികളിൽ, പരസ്നേഹ പ്രവൃത്തികളിൽ വ്യാപൃതരാകാം. നമ്മുടെ സഹോദരങ്ങൾക്ക് കാരുണ്യത്തിൻ്റെ കരുതലായി, സ്നേഹത്തിൻ്റെ തലോടലായി, അനുകമ്പയുടെ ആർദ്രതയായി നമ്മുടെ സഹോദരങ്ങളുടെ ജീവിതങ്ങളുടെ ഭാഗമായി തീരുവാൻ നമുക്ക് ആരംഭിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.